2025 വൈശാഖ മാസം ഇന്ന് ഏപ്രിൽ 28 തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വൈശാഖ മാസത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി സമേതനായിട്ട് വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ കഴിയണ മാസമാണ് മാധവമാസം അല്ലെങ്കിൽ വൈശാഖ മാസം എന്നൊക്കെ പറയുന്നത്. ഈ മാസത്തിൽ നമുക്ക് കഴിയുന്നതും ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ നമുക്ക് നാമജപം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത്രയ്ക്കും പുണ്യമാണ്. വൈശാഖ മാസത്തിൽ ഓരോ ദിവസം 30 ദിവസങ്ങളും നമുക്ക് കഴിയുന്ന അത്ര നാമജപം ചെയ്തിട്ട് ഈ വൈശാഖ മാസത്തെ നമുക്ക് പുണ്യമാസമാക്കിയിട്ട് മാറ്റാം. നമ്മൾ വൈശാഖ മാസത്തിൽ നാമജപം ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യം എന്ന് പറയുന്നത് 1-2 ദിവസത്തേക്കല്ല, അത് എക്കാലത്തേക്കും കൂടി ഉള്ളതാണ്. കഴിയുന്നതും എല്ലാവരും അവരവർക്ക് പറ്റണ രീതിയിൽ നാമജപം ചൊല്ല്. ഒന്നും അറിയില്ലെങ്കിലും നാരായണനാമെങ്കിലും നമുക്ക് ചൊല്ലാം. ഭഗവാനിലേക്ക് അടുക്കാനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് തന്നെ നാമജപത്തിലൂടെയാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിക്കാൻ പറ്റുമോ നമ്മൾ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാമജപം തന്നെയാണ് അതിന് പറ്റിയ ഏറ്റവും നല്ല മാർഗം. അതുകൊണ്ട് വൈശാഖ മാസത്തിൽ എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന അത്ര തവണ നാമം ചൊല്ലാൻ നോക്കുക. എല്ലാവർക്കും ഈ ഒരു വൈശാഖ മാസക്കാലത്ത് നാമജപം ചെയ്യാൻ സാധിക്കട്ടെ. അതിൻ്റെ പുണ്യം നമുക്ക് ഓരോരുത്തർക്കും തന്നെയാണ്.